This is an informative video. ദുബായിൽ ഫ്രണ്ട് ഗ്ലാസ് ടിൻറ്റിങ് അലൗഡ് അല്ല. ഞാനതിന് ഫൈനും അടച്ചിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 1500 ദിർഹം ഞാൻ ഫൈൻ അടച്ചതാണിത്. ഇത് എനിക്ക് ഫൈൻ കിട്ടി. ഞാനിത് അറിയാതെ സംഭവിച്ചൊരു കേസാണ്. എന്നെ പോലെ ഇനി ആർക്കും അമ്മളി പറ്റരുത്. പറ്റിയവരുണ്ടെങ്കിൽ 1500 പോണേറ്റ് മുൻപ് വേഗം സ്റ്റിക്കർ പറിച്ചോ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. സോ ഇന്ന് വണ്ടിയിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. ഓൺ ദി വേ ഫ്രം ഓഫീസ് ഞാൻ വിചാരിച്ചു ഒന്ന് സൈഡാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോടും ഷെയർ ചെയ്യാം. ആക്ച്വലി നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ ഫൈൻ കിട്ടി. 1500 ദിർഹം ഫൈൻ കിട്ടി. ഓൾമോസ്റ്റ് 35,000 ഇന്ത്യൻ റുപ്പീസ്. യു എയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഫൈൻ കിട്ടുക, അത് റിന്യൂ ചെയ്യുന്ന നേരത്തെ അടയ്ക്കുക എന്നുള്ളതെല്ലാം നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി റിന്യൂവലിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് എല്ലാ വർഷവും നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അത് അടയ്ക്കലും ഫൈൻ കിട്ടലും എല്ലാം നോർമലാണ്. പക്ഷേ എനിക്ക് ഫൈൻ കിട്ടിയത് ഞാൻ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നൊരു കാര്യത്തിനാണ് എനിക്ക് ഈ ഫൈൻ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്കും എത്തിക്കാം എന്ന് വിചാരിച്ചത്. ഇത് ബേസിക്കലി പറഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ വീഡിയോ, അല്ലെങ്കിൽ ഒരു അവെയർനെസ് വീഡിയോ, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവാം. ഒരു പക്ഷേ നിങ്ങളിതും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. ദിസ് ഈസ് ഒരു മിസ്റ്റേക്ക് തന്നെയെന്ന് പറയാം. കാരണം ആക്ച്വലി ഫൈൻ കിട്ടിയിരിക്കുന്നത് കൂളിംഗ് ഫിലിമിനാണ് എനിക്ക് ഫൈൻ കിട്ടിയത്. യു എയിൽ നമുക്ക് കൂളിംഗ് ഫിലിം അലൗഡ് ആണ്. ബട്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സൈഡിൽ കൂളിംഗ് ചെയ്തതിനല്ല എനിക്ക് ഫൈൻ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഞാൻ ഫിലിം ഒട്ടിച്ചു. കൂളിംഗ് അല്ല ചെയ്ത്, ഫിലിം ഒട്ടിച്ചു. യു എയുടെ നിയമപ്രകാരം, അതിപ്പോഴാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാനിത് അറിയുന്നത്, യു എയിൽ ഫ്രണ്ട് ഗ്ലാസ് ഫിലിം ഒട്ടിക്കാൻ അനുമതിയുള്ളതല്ല. സ്പെഷ്യൽ ഓർ റെയർ കേസസിൽ മാത്രമേ അതിനുള്ള പെർമിഷൻസ് കൊടുക്കുള്ളൂ എന്നാണ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത്. എന്നാൽ ഞാനിത് ഒരു കാരണവശാലും അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. ഞാൻ പെട്ടുപോയതാണ്. പെട്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗ്ലാസ് കൂളിംഗ് ചെയ്യാൻ പോയി. അപ്പോൾ കൂളിംഗ് ചെയ്യാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ചെന്നപ്പോൾ തരക്കേടില്ലാത്തൊരു കമ്പനിയുടെ സ്റ്റിക്കർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അവിടെ ചെന്ന് സ്റ്റിക്കറിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് കൂളിംഗ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവർ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ദി ഫ്രണ്ട് ഗ്ലാസ് ഓൾസോ 00. അവർ പറയും 00 എന്ന് പറയും. 00 എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഇല്ല, ഇറ്റ്സ് എ ക്ലിയർ ഫിലിം വിത്ത് UV പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ 00 ചെയ്യൂ ഫ്രണ്ടിൽ. 00 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ഷനാണ്, നിങ്ങൾക്ക് UV റേസ് കട്ടാവും ഇത്ര ശതമാനമൊക്കെ വെച്ചിട്ട് പറയാം, അതുള്ളത് തന്നെ ആവും. പിന്നെ അതേപോലെ നിങ്ങളുടെ AC കൂളിംഗ് പെർഫോമൻസ് കൂടും. നിങ്ങൾക്കത് AC ഒത്തിരി ലോഡ് വരില്ല. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ വണ്ടിയുടെ AC പെർഫോമൻസ് കൂടും. അങ്ങനെ കുറേ പ്ലസ്സുകൾ പറഞ്ഞപ്പോൾ ആസ് നോർമൽ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ പെടുകയല്ല, ഞാനത് കൺവിൻസ്ഡ് ആയി. ഞാനപ്പോൾ ചോദിച്ചു, ഇത് 00 അലൗഡ് ആണോ? അപ്പോൾ അവർ പറയുന്നത് 00 അലൗഡ് ആണെന്നാണ്. അത് പ്രകാരം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാൻ കുറച്ച് നാളൊക്കെ വണ്ടി ഓടിച്ചു. അങ്ങനെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഓഫീസ് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം വീടെത്താറാവുമ്പോൾ അവിടെ ഒരു നോർമൽ ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് കാണില്ല, പക്ഷെ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണും. അപ്പോൾ റോഡിൽ വെച്ചിട്ട് പോലീസ് ഓഫീസർ സെൻട്രലിൽ നിൽക്കുന്നു. 2 ട്രാക്കുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ട്രാക്കിൽ നിൽക്കുന്നു. 2 പോലീസ് ജീപ്സ് റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ 1 by 1 സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ബോർഡ് കാണിക്കും, ഗോ അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഗോ കാണിക്കുന്നു. അങ്ങനെ വണ്ടികൾ വിടുന്നു 2 ട്രാക്കിൽ നിന്ന് ആൾ. അപ്പോൾ എൻ്റെ ടേണായി. അപ്പോൾ ഞാൻ പോലീസ് ചെക്കിങ് കണ്ടപ്പോൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കുന്നു. നമുക്ക് എന്താ, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. വണ്ടി റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട്. മുൽക്കിയ ഓക്കെയാണ്. മുൽക്കിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള RC പോലത്തെ തന്നെയാണ് ഇവിടെ മുൽക്കിയ ഓക്കെയാണ്. അതേപോലെ ഇൻഷുറൻസ് പെർഫെക്റ്റ് ആണ്, ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഫോൺ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വൈ ഷുഡ് ഐ? ആ ഒരു മൈൻഡിൽ ഞാൻ പ്രൊസീഡ് ചെയ്തു. എൻ്റെ ടേണായി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓഫീസർ പറഞ്ഞു, യു ഷുഡ് പാർക്ക് റൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ റൈറ്റിലേക്ക് പാർക്ക് ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിൽ യാതൊന്നുമില്ല. നമുക്ക് ഫൈൻ അടയ്ക്കാൻ മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല.
ആ ഒരു ധൈര്യത്തിൽ തന്നെ ഞാൻ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് പോലീസുകാർ നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കില്ല. അതായത് നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഇറങ്ങി ചെല്ലല്ല ചെയ്യും. ഇവരുടെ സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ വണ്ടിയിൽ ഇരുന്നാൽ അവർ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ അവർ നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ വേഗം മുൽക്കി എടുത്തു, ഈ RC മുൽക്കി എടുത്തു, അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തപ്പോൾ അവർ വേറൊരു ഓഫീസർ വന്ന് റൈറ്റും ലെഫ്റ്റും സൈഡിൽ നിന്നിട്ട് അവർ ഗ്ലാസ്സും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്ത് അവർ പറഞ്ഞു വണ്ടി ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ മൈൻഡിൽ ഇത് തെറ്റായിട്ടുള്ളൊരു കേസല്ല. അപ്പോൾ അവർ പറഞ്ഞു അത് മമ്നുവാണ്, അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു അത് 00 ആണല്ലോ സാറാ ചെയ്തേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു 00 ചെയ്യാൻ? അല്ല 00 ചെയ്യാൻ അലൗഡ് ആണല്ലോ. അപ്പോൾ ആരെവിടെ പറഞ്ഞേക്കണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും ബൾബ് കത്തി, ഞാൻ പെട്ടു. ഞാൻ എവിടെ എന്തോ റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അപ്പോൾ പിന്നെ നമ്മുടെ ടോണ് മാറും. എനിക്ക് മനസ്സിലായി ഫൈൻ വരുമ്പോൾ ഒരു തരക്കേടില്ലാത്ത എമൗണ്ട് ഫൈൻ വരും. പക്ഷെ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് പറഞ്ഞു സാറേ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഇവിടെ അലൗഡ് അല്ല. ഇവിടെ 00 ആയാലും എന്തായാലും യു ആർ നോട്ട് അലൗഡ് ടു ഫ്രണ്ട് ഗ്ലാസ് ടിൻറ്റ് ചെയ്യാൻ നിങ്ങൾ അലൗഡ് അല്ല. ഞാൻ പറഞ്ഞു സാറേ 00 ചെയ്തേക്കുന്നത് ക്ലിയർ ആണ് ചെയ്തിരിക്കുന്നത്, ബട്ട് ഇറ്റ്സ് വയലേഷൻ ആണ് റൂള്. നിങ്ങൾ നിങ്ങളുടെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദർ ഇസ് നോ എനി അതർ ഓപ്ഷൻ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ലൈസൻസ് എടുത്ത് കൊടുത്തു. ലൈസൻസ് എടുത്ത് കൊടുത്തപ്പോൾ അവർ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമുക്ക് ഇത് അറിയുമെങ്കിൽ നമ്മളിത് ചെയ്തിരുന്നില്ല. അങ്ങനെ അറിഞ്ഞ് ചെയ്ത് തെറ്റല്ല സാറേ, ഇത് എനിക്ക് കടക്കാർ എന്നോട് പറഞ്ഞു ഇറ്റ്സ് അലൗഡ്, അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഞാൻ വേണമെങ്കിൽ ഇത് പൊളിച്ച് കൊണ്ടുവന്നിട്ട് ഐ വിൽ റിമൂവ് ദിസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും സമ്മതിക്കില്ലല്ലോ. നമ്മൾ ഓൾറെഡി റൂൾസ് വയലേറ്റ് ചെയ്തു. പിന്നെ ആരും സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതിനുള്ള ശിക്ഷ ഇവിടെ കിട്ടണം. അതായത് പെനാൽറ്റി അടച്ചേ തീരൂ. അത് ഇപ്പോൾ എവിടെയായാലും ദാറ്റ്സ് റൂൾ. എന്നാലും നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നീ നാളെ ഒരു കാര്യം ചെയ്യേ, പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോ എടുത്തു ആൾ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പിറ്റത്തെ ദിവസം ആവുന്നു, രാവിലെ 8:30 8:45 സമയത്ത് തന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ ചെന്ന് പ്രോബ്ലം പറഞ്ഞു, ടോക്കൺ കിട്ടി. ടോക്കൺ ചെന്ന് വിളിച്ചു കൗണ്ടറിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ അവരിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം റെസീറ്റ് സ്ലിപ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് വണ്ടി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നതാ വണ്ടി. ഓക്കെ. അപ്പോൾ അയാൾ പേപ്പർ എടുത്തു. ഫിലിം ഒട്ടിച്ചതാണ് അല്ലേ? അപ്പോൾ ഞാൻ അതെ, എനിക്ക് അറിയുമായിരുന്നില്ല. ഐ എം നോട്ട് അവെയർ അബൌട്ട് ദിസ്, ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് സാറേ. അപ്പോൾ പറഞ്ഞു ഒരു രക്ഷയില്ല, ഓൾറെഡി ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്, ഇതൊരിക്കലും അലൗഡ് അല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് കടയിൽ ചെന്നത് സംസാരിച്ചപ്പോൾ അവരാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അവരാണ് ഫ്രണ്ട് ഗ്ലാസ് ടിൻറ്റിങ് അലൗഡ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പം ആ ഒരു മിസ്റ്റേക്ക് അവർ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അവരോട് പറഞ്ഞിട്ടും അവർ റൂൾസ് ലംഘിച്ചതാണല്ലോ. ആ ഒരു രീതിക്ക് തന്നെ അവർ പറഞ്ഞു യു ഷുഡ് ഗോ ഫോർ ദി ഹയർ ഓഫീസർ. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹയർ ഓഫീസർ വന്നു. അപ്പോൾ ആളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് വണ്ടി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി കാണാൻ വന്നു. ആൾ ചെക്ക് ചെയ്തു. ആൾ പറഞ്ഞു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഈ തിരിച്ച് സാധനം പറഞ്ഞു, എനിക്കിങ്ങനെ കടക്കാർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, ആൾ എന്നോട് പറഞ്ഞത് ഇറ്റ്സ് റിയലി ഫണ്ണി, കടക്കാർ ഇത് വിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നിന്റെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കണോ ഒട്ടിക്കണ്ടേ എന്നുള്ളത് നിന്റെ ചോയ്സാണ്. നീ അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ നീ അത് ചെയ്തു, അപ്പോൾ അതിനുള്ള ഫൈൻ നിനക്ക് തന്നേ പറ്റൂ. അവർ സാധനം വിൽക്കാനിരിക്കുമ്പോൾ അവർ എന്ത് രീതിയിലും മാർക്കറ്റ് ചെയ്യും, അത് അവരുടെ ജോലിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതിൽ നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അപ്പോൾ ഇനി ഫൈന് കൊടുക്കുക, മെല്ലെ പോരുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ പലരും ഇതിലിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്നവർ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മളിതൊരു പ്രശ്നം അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ചെയ്യും. ഇത് ആക്ച്വലി ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മളിത് ചിന്തിക്കുന്നില്ല, നമുക്കിത് അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാനായാലും ഫസ്റ്റ് ടൈം ഇത് ഒട്ടിക്കുമ്പോൾ ഇത്ര അധികം റിസർച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ പ്രോബ്ലംസ് വരുമെന്നോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഇത് ആരോടും പറയാതെ മിണ്ടാതെ കിട്ടിയത് അടച്ചിട്ട് പോവാം. ബട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടായി. ഞാൻ എന്തായാലും പൈസ അടയ്ക്കണം, ഞാൻ പൈസ അടയ്ക്കണം. അത് അടയ്ക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്നെ പോലെ ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരാൾക്കൊരു ഉപകാരം ഉണ്ടായാൽ അത് വലിയൊരു
പ്ലസ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. എന്തായാലും ഇനി റിന്യൂവൽ ആവുന്നതിന് മുൻപ് ഞാൻ പൈസ അടയ്ക്കേണ്ടി വരും, അടയ്ക്കും അത്. അങ്ങനെ 1500 ദിർഹം ഫൈൻ കൊടുത്തൊരു ചെറിയൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, എന്നെപ്പോലെ നിങ്ങൾ പെട്ടുപോകരുത്. ഇങ്ങനൊരു നിയമമുണ്ട് ഇവിടെ UAE-ൽ. ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് ഫിലിം ഒട്ടിക്കാൻ പാടില്ല, ഇറ്റ്സ് നോട്ട് അലൗഡ്. സോ നമ്മളതിനനുസരിച്ച് ചെയ്തിട്ടുള്ളവർ എൻ്റെ ഒരു സജഷൻ പ്രകാരം ഫ്രണ്ട് ഗ്ലാസ്സിലെ ഫിലിം റിമൂവ് ചെയ്യുന്നതാണ് സേഫ്. ഇല്ല എങ്കിൽ യാതൊരു ദാക്ഷിണ്യമില്ല, പിടിച്ചു കഴിഞ്ഞാൽ 1500 ദിർഹമാണ് ഫൈൻ. ഓക്കെ, സോ ഗായ്സ്, സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, ബൈ.